വൈകുന്നേരം ആയപ്പോൾ ചായയുടെ കൂടെ ഉള്ളിവട കഴിക്കാൻ കൊതിയായി കേട്ടോ. എന്നാൽ പിന്നെ ഉണ്ടാക്കിക്കാം എന്ന് കരുതിയിട്ട് കിച്ചണിൽ പോയി നോക്കിയപ്പോൾ മൈദ മാവ് കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്താ അടുത്ത ഓപ്ഷൻ? നേരെ പോയി നോക്കിയപ്പോൾ ഗോതമ്പ് മാവുണ്ട്. എന്നാൽ പിന്നെ ഗോതമ്പ് മാവിലാവാം ഇന്നത്തെ ഉള്ളിവട എന്ന് കരുതിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സവാള നല്ല നീളത്തിനരിഞ്ഞ് ഉപ്പിട്ട് തിരുമ്മി അരമണിക്കൂർ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഗോതമ്പ് മാവും മുളക് പൊടിയും പെരിഞ്ജീരകവും ഉപ്പും ചതച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്ക് തിരുമ്മി ബോൾസാക്കി എടുത്തു. എന്നിട്ട് പിന്നെന്തുവാ തിളച്ച എണ്ണയിലേക്ക് മുക്കി പൊരിച്ചെടുത്തു. അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു വെച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ സാധാരണ മൈദമാവിൽ ഉണ്ടാക്കുന്ന കൂട്ട് തന്നെ ഉണ്ടായിരുന്നു. നല്ല രുചി ഉണ്ടായിരുന്നു. സാധാരണ ഈ കുട്ടി അങ്ങനെ കഴിക്കാറില്ല, പക്ഷെ അവൻ നല്ല ആസ്വദിച്ച് ഇപ്രാവശ്യം കഴിച്ചു കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാൻ സേഫുമാണ്, മൈദാമാവാണെന്നുള്ളൊരു ടെൻഷനും വേണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.